ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പുലക്കാട്ടുകരയിൽ പരസ്യ മദ്യപാനം തടഞ്ഞതിന് യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ 6 യുവാക്കൾ കൂടി അറസ്റ്റിൽ. തൃശൂർ കോനിക്കര തലോർ സ്വദേശികളായ ആഷിഖ്, ജിത്തു, അമൽ, ഗോകുൽ, അതുൽ, സൂരജ് എന്നിവരാണ് പിടിയിലായത്. എടമുട്ടം ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. 65,000 രൂപയുടെ മദ്യക്കുപ്പികൾ കവർന്നു. മോഷണം പുലർച്ചെ 2 മണിയോടെ ബിവറേജിന്റെ ഷട്ടർ പൊളിച്ച്. ആളൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും വരുന്ന ദുർഗന്ധം മൂലം പൊറുതിമുട്ടി ജനങ്ങൾ. പരാതി ഉന്നയിച്ചിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. കിണറുകളും മലിനമാകുന്നു. നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ പുലക്കാട്ടുകരയിൽ പരസ്യ മദ്യപാനം തടഞ്ഞതിന് യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ 6 യുവാക്കൾ കൂടി അറസ്റ്റിൽ. തൃശൂർ കോനിക്കര തലോർ സ്വദേശികളായ ആഷിഖ്, ജിത്തു, അമൽ, ഗോകുൽ, അതുൽ, സൂരജ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. പെൺകുട്ടികൾ കുളിക്കുന്ന പുഴക്കടവിൽ മദ്യപാനം തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണമായത്. പുലക്കാട്ടുകര സ്വദേശി ബിനുവിനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ക്രൂരമായി തല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ബിനുവിന്റെ അയൽവാസി രമേഷിനെ ആളുമാറി അക്രമി സംഘം ബിയർ കുപ്പി കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു. 14 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ബിനു പറഞ്ഞിരുന്നു. അതേസമയം അക്രമി സംഘത്തിലെ പകുതി പേരെ കൂടി പിടികൂടാനുണ്ട്. തൃശൂർ കോനിക്കര തലോർ സ്വദേശികളായ ആഷിഖ്, ജിത്തു, അമൽ, ഗോകുൽ, അതുൽ, സൂരജ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. ചാലക്കുടി ഡിവൈഎസ്പി TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മീഡിയ ടൈം, തൃശൂർ. എടമുട്ടം ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. 65,000 രൂപയുടെ മദ്യക്കുപ്പികൾ കവർന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ബിവറേജിന്റെ ഷട്ടർ പൊളിച്ച് മോഷണം നടന്നത്. വില കൂടിയ മദ്യക്കുപ്പികളാണ് ഏറെയും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തെളിവുകൾ നശിപ്പിക്കുന്നതിനായി മുളകുപൊടി വിതറിയാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയിരിക്കുന്നത്. രാവിലെ ഔട്ട്ലെറ്റ് തുറക്കാൻ വന്നപ്പോഴാണ് ജീവനക്കാർ മോഷണ വിവരം അറിയുന്നത്. വില കൂടിയ മദ്യക്കുപ്പികളാണ് ഏറെയും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തെളിവുകൾ നശിപ്പിക്കുന്നതിനായി മുളകുപൊടി വിതറിയാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ബിവറേജിന്റെ ഷട്ടർ പൊളിച്ച് മോഷണം നടന്നത്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മീഡിയ ടൈം, തൃപ്രയാർ. ആളൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും വരുന്ന ദുർഗന്ധം മൂലം പൊറുതിമുട്ടി ജനങ്ങൾ. പരാതി ഉന്നയിച്ചിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. മാത്രമല്ല പ്രദേശത്തെ കിണറുകളും മലിനമാകുന്നുവെന്ന ആക്ഷേപവും വ്യാപകമാണ്. ആളൂർ പഞ്ചായത്ത് പുലിപ്പാറക്കുന്ന് പട്ടാളം റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അറവു മാലിന്യം കൂട്ടിയിട്ടതിൽ നിന്നുള്ള ദുർഗന്ധം മൂലമാണ് ജനം ദുരിതത്തിലായിരിക്കുന്നത്. സ്വകാര്യ വ്യക്തി സമീപ പ്രദേശങ്ങളിലെ അറവു കേന്ദ്രങ്ങളിൽ നിന്ന് അറവു മാലിന്യം ശേഖരിക്കുകയും സ്വന്തം പറമ്പിലെ വലിയ കുഴികളിലിട്ട് അഴുകിക്കഴിയുമ്പോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പറമ്പിലേക്ക് പമ്പ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന രൂക്ഷഗന്ധമാണ് അസഹ്യമായിരിക്കുന്നതെന്നാണ് പരാതി. ദുർഗന്ധം മൂലം വീടിനകത്ത് പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പലരും പ്രദേശത്ത് നിന്നും വീടും സ്ഥലവും വിട്ടുപോയെന്നും പറയുന്നു. മാത്രമല്ല പ്രദേശത്തെ കിണറുകളും മലിനമാകുന്നെന്ന ആക്ഷേപവുമുണ്ട്. പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വർഷങ്ങളായി തുടരുന്ന ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനും പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. മീഡിയ ടൈം, ആളൂർ. എറണാകുളം ബിഷപ്പ് ഹൗസിൽ സീനഡ് കുർബാന അനുകൂലികളുടെ പ്രതിഷേധം. സീനഡ് കുർബാന അർപ്പിച്ച വൈദികരെ തടയുകയും പൂട്ടിയിടുകയും ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചും ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം. സിനഡ് കുർബാന തടസ്സപ്പെടുത്താൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. സഭയിലെ ഒരു വിഭാഗം വൈദികരുടെ പിന്തുണയോടെയാണിതെന്നും സിനഡ് കുർബാന തടസ്സപ്പെടുത്തുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യമുണ്ട്.
സിനഡ് കുർബാന ചൊല്ലിയ വൈദികനെ പൂട്ടിയിട്ട സംഭവത്തിൽ അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അതിരൂപത നേതൃത്വത്തിൻ്റെതെന്ന് ഇവർ കുറ്റപ്പെടുത്തി. ഇത് അവസാനിപ്പിക്കാൻ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ നടപടിയെടുക്കണമെന്നും തീരുമാനം ഉണ്ടാകും വരെ അതിരൂപത ആസ്ഥാനത്ത് സമരം തുടരുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. പകരം ഇല്ലിസിറ്റായ സഭ നിരോധിച്ച കുർബാന അർപ്പിച്ചു. ആന്റണി പെരുമായൻ അച്ഛനെ അന്വേഷണ വിധേയമായിട്ട് 1 മണിക്കൂറിനകത്ത് സസ്പെൻഡ് ചെയ്ത വൈറ്റൽ ഡോക്യുമെന്റ്സ് വേണമെന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, വൈറ്റൽ ഡോക്യുമെന്റ്സ് രൂപത ഇറക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതില്ലാതെ നമ്മൾ പുറത്തു പോകില്ല. ഉടൻ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ ബിഷപ്പ് ഹൌസിൽ നിന്നും ആരെയും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും ഏകീകൃത കുർബാന അനുകൂല പ്രതിഷേധക്കാർ പറഞ്ഞു. മീഡിയ ടൈം, കൊച്ചി. ചാലക്കുടി KSRTC റോഡിൽ അനധികൃത പാർക്കിംഗ് വീണ്ടും സജീവമായി. റോഡിന്റെ ഇരുഭാഗത്തും ഇരുചക്ര വാഹനങ്ങളാണ് വ്യാപകമായി പാർക്ക് ചെയ്യുന്നത്. ഇതേ തുടർന്ന് ഇവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. നോ പാർക്കിംഗ് എന്നെഴുതിയ പോലീസ് ബോർഡിന് താഴെയും നിരവധി വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ചാലക്കുടി KSRTC റോഡിൽ അനധികൃത പാർക്കിംഗ് വീണ്ടും സജീവമായി. നോ പാർക്കിംഗ് എന്നെഴുതിയ പോലീസ് ബോർഡിന് താഴെയും നിരവധി വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. രാവിലെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ രാത്രിയോടെയാണ് തിരികെ കൊണ്ടുപോകുന്നത്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ടൈൽ വിരിച്ച് നവീകരിച്ച റോഡിലാണ് അനധികൃത പാർക്കിംഗ് തകൃതിയായി നടക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. സീസണിലെ ആദ്യ കടലാമ ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് മുട്ടയിടാനെത്തി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് 2 കടലാമകൾ മുട്ടയിടാൻ എത്തിയത്. 270 കടലാമ മുട്ടകൾ സൂര്യ കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർ ശേഖരിച്ചു. 45 ദിവസത്തിന് ശേഷമാണ് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരിക. ഓരോ വർഷം കഴിയുമ്പോൾ മുട്ടയിടാൻ വരുന്ന ആമകളുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ കടലാമ മുട്ടകൾ സംരക്ഷിക്കാൻ വേണ്ട കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടെന്ന് പ്രവർത്തകർ പറഞ്ഞു. കഴിഞ്ഞ സീസണിൽ 134 കടലാമകളാണ് മുട്ടയിടാൻ എത്തിയത്. മുട്ടകൾ സൂര്യ കടലാമ സംരക്ഷണ സമിതി പ്രസിഡന്റ് PA സെയ്ദ് മുഹമ്മദ്, പ്രവർത്തകരായ PA നസീർ, KS ഷംനാഥ്, PA ഷറഫുദ്ദീൻ, PN ഫൈസ്, KM ഷംസീർ എന്നിവർ താൽക്കാലിക ഫാക്ടറിയിലേക്ക് മാറ്റി. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. മക്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. ഹബീബ് ഇബ്നു മാലിക്കിന്റെയും ഹുമരിയ ബീവിയുടെയും ഖബറിടമുള്ള മക്ബറയിലാണ് മോഷണം നടന്നത്. പള്ളിയുടെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കവരുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 2:30-യോടെയാണ് മോഷണം നടന്നത്. മോഷ്ടാവിൻ്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാവിലെ പള്ളിയിലെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാത പുതുക്കാട് 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന 2 ലോറിയും ജീപ്പും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. മുൻപിൽ പോയിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ പുറകിൽ വന്നിരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ലോറിയുടെ അടിയിലേക്ക് കയറി. കാറിന്റെ മുൻഭാഗം തകർന്നു. കാർ യാത്രികർക്ക് നിസ്സാര പരിക്കേറ്റു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദേശീയപാത കുറുമാലിയിൽ 7 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് 15 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-നായിരുന്നു അപകടം. അപകടത്തിൽ കാർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ചാലക്കുടി ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ദേശീയപാതയോരത്തെ കരിങ്കൽ കുറ്റികൾ ഇടിച്ചു തെറിപ്പിച്ചാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. പുതുക്കാട് അഗ്നിരക്ഷാ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുതുക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ മുനോവർ ഉസ്മാൻ, റെസ്ക്യൂ ടീം അംഗങ്ങളായ അലക്സ്, പ്രവീൺ, രാഹുൽ, ജോസ്, അർജുൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തിൽപ്പെട്ട വാഹനം ക്രെയിൻ ഉപയോഗിച്ചാണ് പുറത്തെടുത്തത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പണി പൂർത്തീകരിച്ച വനിതാ വ്യവസായ യൂണിറ്റ് ഉദ്ഘാടനം നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പുത്തഞ്ചിറ പഞ്ചായത്തിൽ വെള്ളൂർ പിണ്ടാണി പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്ഥലത്താണ് വനിതാ വ്യവസായ യൂണിറ്റ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്.
വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന അനിൽകുമാർ, മെമ്പർമാരായ ബീന സുധാകരൻ, രമ രാഘവൻ, അസ്മാബി ലത്തീഫ്, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത അനീഷ്, മെമ്പർമാരായ ശൈലജ സന്തോഷ്, വി എൻ രാജേഷ്, എം എം ഷമീജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പി സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ലോഹിതാക്ഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് അണ്ണല്ലൂർ അനുപമ വയോജന ക്ലബ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി ആച്ചാണ്ടി അധ്യക്ഷത വഹിച്ചു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് കുമാർ, പ്രിവെന്റീവ് ഓഫീസർ ചന്ദ്രൻ KK, അജയ് കുമാർ, സിസ്റ്റർ മേരിക്കുട്ടി, സുജ ആന്റണി, നിക്സൽ, സേവ്യർ, ജെയ്സൺ, തോമസ് കാച്ചപ്പള്ളി, ജോസ് ചെരടായി എന്നിവർ സംസാരിച്ചു. മാള കോട്ടമുറി പൂക്കളത്ത് ശ്രീവിഷ്ണുമായ ചാത്തൻ സ്വാമി ഭഗവതി ക്ഷേത്രത്തിൽ കളംപാട്ടുത്സവം ആഘോഷിച്ചു. കളഭാഭിഷേകം, കളമെഴുത്തുപാട്ട്, വൈകിട്ട് ദീപാരാധന, തായമ്പക, ഗുരുതി ദർപ്പണം, വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു. പുത്തഞ്ചിറ GUP സ്കൂളിൽ മഞ്ഞിൻ കൂടാരം സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AS സാബു അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ അസിസ്റ്റന്റ് സെക്രട്ടറി സുജൻ പൂപ്പത്തി മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ, വാർഡ് മെമ്പർ MP സോണി, വിജിത ദിലീപ്, പ്രധാന അധ്യാപിക AS സുനിത, KV ശിവൻ, ഷിജി ഷൈജു, ജീന ജോസ്, ക്യാമ്പ് കോർഡിനേറ്റർ CS സജിത എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി പാലിശ്ശേരി SNDP സ്കൂൾ അധ്യാപിക വിനിത മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ക്യാമ്പ് നാളെ സമാപിക്കും. മടിയെടുക്കേണ്ടതില്ല. മറ്റൊന്ന്, ഞാനൊരു താളവാദ്യ വിദ്യാർത്ഥിയല്ല, ഒരു കലാകാരനാണ്. അപ്പൊ അത് താളവും ശ്രുതിയൊക്കെ നമ്മുടെ ജീവിതമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ല എന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ. സ്വരച്ചേർച്ച, സ്വരം എന്നുള്ളതാണ്. ആദ്യം വചനം ഉണ്ടായി എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഒരു ശബ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത്. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൽ ബിഗ് ബാങ്ങിൽ പറയുന്നത് എന്തോ ധൂളികളൊക്കെ പൊട്ടിത്തെറിച്ച് ഈ പ്രപഞ്ചത്തിന് തുടക്കമായി എന്ന് പറയും. അന്നും ശബ്ദം. ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ ക്യാമ്പുകൾക്ക് തുടക്കമായി. ഡിസംബർ 27 മുതൽ 31 വരെയാണ് 12 ഉപജില്ലകളിലായി 23 ക്യാമ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മാള സബ് ജില്ലാ ക്യാമ്പ് വാളൂർ നായർ സമാജം സ്കൂളിലാണ് നടക്കുന്നത്. 21 സ്കൂളുകളിൽ നിന്നായി 2 ബാച്ചുകളിൽ 120 കുട്ടികൾ പങ്കെടുക്കും. ഐരാണിക്കുളം GHS അധ്യാപകൻ MU സുരേഷ്, മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക MN ഗീത, ട്രെയിനർ വിനോദ്, വാളൂർ SNHS അധ്യാപിക ശ്രീജ എന്നിവർ സംസാരിച്ചു. നമസ്കാരം. ഇത് മാള ഉപജില്ലയിലെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ക്യാമ്പാണ് ഈ 4 ദിവസങ്ങളിലായിട്ട് NSHS വാളൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അനിമേഷൻ, പ്രോഗ്രാമിംഗ് എന്നീ 2 വിഭാഗങ്ങളിലായിട്ട് ഏകദേശം 120ഓളം കുട്ടികളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് മികവ് തെളിയിക്കുന്ന ഏകദേശം 6ഓളം കുട്ടികൾക്ക് ജില്ലാതലത്തിൽ മത്സരിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മികവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് ജില്ലാതലത്തിൽ മത്സരിക്കുന്നതിനും അവിടെ നിന്ന് മികവ് തെളിയിക്കുന്നവർക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കും. കൂടാതെ ഗ്രേസ് മാർക്കിനും ഇതിലെ മികവുകൾ പരിഗണിക്കാറുണ്ട്. കുട്ടികൾക്ക് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്കാറുള്ളത്, അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അംഗൻവാടികളിൽ റൈറ്റിംഗ് ടാബ്ലറ്റ് നൽകുന്ന പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടന്നു. അംഗൻവാടികളെ ശാക്തീകരിക്കുന്നതിനും ഡിജിറ്റലാക്കുന്നതിനും മുന്നോടിയായാണ് അംഗൻവാടി അധ്യാപകർക്ക് റൈറ്റിംഗ് ടാബ്ലറ്റ് വിതരണം ചെയ്യുന്നത്.
മാള ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടി മോഹൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഒരു അംഗനവാടി അധ്യാപിക അല്ലെങ്കിൽ വർക്കർ ചെയ്യുന്ന സേവനം നമ്മുടെ സമൂഹത്തിൽ വിലമതിക്കാനാവാത്തതാണ്. സമൂഹത്തിൻ്റെ പൊതു സ്വത്തായ ശിശുക്കളുടെ ജീവിതശൈലികളും പെരുമാറ്റ രീതികളും ചിട്ടപ്പെടുത്തി അവരെ സാമൂഹിക ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ ഉൾപ്പെടെ പരിശീലിപ്പിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. റോട്ടറി ക്ലബ്ബുകൾ അവരുടെ സമൂഹത്തോടുള്ള കടമയുടെ ഭാഗമായി ഇത്തരത്തിൽ മഹത്തായ സേവനങ്ങൾ നൽകുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അംഗങ്ങളായിട്ടുള്ള റോട്ടറി ഇന്റർനാഷണൽ എന്ന ഈ മഹത് പ്രസ്ഥാനത്തെ റോട്ടറി ക്ലബ്ബുകൾ എന്ന പേരിൽ അറിയപ്പെടുത്താനും ആശയക്കുഴപ്പമുണ്ടാക്കിയേക്കാം. സമൂഹത്തിൽ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ അവരുടെ ഉല്ലാസങ്ങൾക്കായി മുട്ടുകൂടുന്ന ഒന്നല്ല റോട്ടറി ക്ലബ്ബുകൾ. ബ്ലോക്ക് പ്രസിഡന്റ് സന്ധ്യ നൈസൻ മുഖ്യാതിഥിയായിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് വർഗീസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. UAEയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സൈബർ സ്ക്വയർ ഡിജിറ്റൽ ഫെസ്റ്റ് സ്റ്റുഡൻസ് ടെക് എക്സ്പോയിൽ പങ്കെടുക്കാൻ മാള ഹോളി ഗ്രേസ് CBSE സ്കൂളിന് ക്ഷണം ലഭിച്ചതായി സ്കൂൾ അധികൃതർ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടീമുമാണ് ഒന്നാം സ്ഥാനം നേടിയത്. ഈ ഒന്നാം സ്ഥാനം നേടാനായിട്ട് സഹായിച്ചത് അതിൻ്റെ ഒരു പേരുവിവരങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് തന്നിട്ടുണ്ട്. കുട്ടികളുടെ കാര്യങ്ങൾ നമ്മുടെ ഹോളി ഗ്രേസ് ഈ കൊല്ലം മുതൽ സൈബർ സ്ക്വയറിൻ്റെ സഹായത്തോടുകൂടി തന്നെ നമ്മൾ ഒരു മറ്റേ കമ്പ്യൂട്ടർ പഠനത്തിൽ ഒരു പുതിയ സ്റ്റെപ്പ് കാൽവെപ്പെടുക്കുകയും പുതിയ സിലബസ് എടുക്കുകയും ചെയ്തത് ഒരു കാലോചിതമായ പുരോഗമനം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോ ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പഠിപ്പിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയായിരുന്നു. അപ്പോൾ മൈക്രോസോഫ്റ്റ് മറ്റേ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുകയും ഗൂഗിളിൻ്റെ കീഴിലുള്ള ആൻഡ്രോയിഡ് സംവിധാനങ്ങളാണ് ഇതായിട്ടാണ് ഇപ്പം ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 10 UAEയിലെ ഫുജറയിലെ എമിനൻസ് സ്കൂളിലാണ് അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റ് സ്റ്റുഡൻസ് ടെക് എക്സ്പോ നടക്കുന്നത്. ടെക് ടോക്ക്, AI റോബോട്ടിക്സ്, വെബ് ഡിസൈനിങ്, IoT, മൊബൈൽ ആപ്പ്, ഗ്രേസിംഗ്, പ്രോഗ്രാമിംഗ് എന്നിങ്ങനെയുള്ള ഇനങ്ങളിൽ 2 കാറ്റഗറിയിലായി മത്സരങ്ങളും ഇതിനോടനുബന്ധിച്ച് നടക്കും. പത്രസമ്മേളനത്തിൽ അന്താരാഷ്ട്ര പ്രദർശനത്തിൽ അർഹത നേടിയ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലെമൻസ് തോട്ടാപ്പിള്ളി, ഫിനാൻസ് ഡയറക്ടർ ജിസൻ പള്ളിപ്പാട്, വൈസ് ചെയർമാൻ ജെയിംസ് മാളിയേക്കൽ, ഡയറക്ടർ അമൽ വടക്കൻ, സൈബർ സ്ക്വയറി പ്രതിനിധി ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. എറിയാട് ഹാപ്പി സ്പെഷ്യൽ സ്കൂൾ ഹാപ്പി ചൈൽഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം സിംഗർ അമീന നൂറ നിർവഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ, വാർഡ് മെമ്പർ ജിജി സാബു, കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, മാടവന ഫാമിലി ഹെൽത്ത് സെന്റർ ഡോക്ടർ ഭുവനേശ്വരി, ട്രസ്റ്റ് ചെയർമാൻ TH സൈദ് മുഹമ്മദ്, ഹാപ്പി സ്പെഷ്യൽ സ്കൂൾ പ്രസിഡന്റ് V അബ്ദുൾ വഹാബ്, സ്വാഗത സംഘം കൺവീനർ സഗീർ, പ്രോഗ്രാം കോർഡിനേറ്റർ അഷ്റഫ്, സഫർ അലി ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാലയ വികസന സെമിനാറും പൂർവ്വ വിദ്യാർത്ഥിയും ഹോട്ട്പാക്ക് MDയുമായ PB അബ്ദുൾ ജബാറിന് സ്വീകരണം നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ KV പ്രേമചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. ഹോട്ട്പാക്ക് മാനേജിംഗ് കമ്മിറ്റി അംഗം PB അൻവർ, പ്രിൻസിപ്പൽ ആൻഡോ P പോൾ, PTA പ്രസിഡന്റ് CB അബ്ദുൾ സമദ്, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ 1984 SSLC ബാച്ച് ഫ്രണ്ട്സ് ഓഫ് BHSന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് എയർ കണ്ടീഷണർ നൽകി. താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷയായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, വാർഡ് കൗൺസിലർ CS സുമേഷ്, സെക്രട്ടറി ട്രഷറർ ഷഫീർ എന്നിവർ സംസാരിച്ചു. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു.
രാവിലെ 5-ന് പള്ളിയുണർത്തൽ, അഭിഷേകം, ഗണപതി ഹോമം, ഉഷാപൂജ, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, മേളം, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടികൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. 2:30 മുതൽ കാഴ്ചശീവേലി അരങ്ങേറി. വൈകിട്ട് 7 മണിക്ക് ദീപാരാധന, തുടർന്ന് വെടിക്കെട്ട് എന്നിവയും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പുലക്കാട്ടുകരയിൽ പരസ്യമദ്യപാനം തടഞ്ഞതിന് യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ 6 യുവാക്കൾ കൂടി അറസ്റ്റിൽ. തൃശൂർ കോനിക്കര തലോർ സ്വദേശികളായ ആഷിഖ്, ജിത്തു, അമൽ, ഗോകുൽ, അതുൽ, സൂരജ് എന്നിവരാണ് പിടിയിലായത്. എടമുട്ടം ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. 65,000 രൂപയുടെ മദ്യക്കുപ്പികൾ കവർന്നു. മോഷണം പുലർച്ചെ 2 മണിയോടെ ബിവറേജിന്റെ ഷട്ടർ പൊളിച്ച്. ആളൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും വരുന്ന ദുർഗന്ധം മൂലം പൊറുതിമുട്ടി ജനങ്ങൾ. പരാതി ഉന്നയിച്ചിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. കിണറുകളും മലിനമാകുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.